ചെറുതോണി ഡാമിൻ്റെ അവകാശമാണ് കുളമാവ് ചെറുതോണി ഇടുക്കി ഡാമിൻ്റെ അവകാശം. കുളമാവൊക്കെ ഒന്ന് കണ്ട് ഷൂട്ട് ചെയ്യാൻ നേരത്ത് വന്നാൽ ഇവിടെ സാങ്ഷൻ ഇല്ല, അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഓപ്പോസിറ്റുള്ള മഞ്ഞ് മൂടിയ താഴ്വരകളാണ് കേട്ടോ. അത് ചെറുതോണി തൊടുപുഴ റൂട്ടിലുള്ള ഇതാണ് വഴിയൊക്കെ. മാവിൻ്റെ ഓപ്പോസിറ്റുള്ള താഴ്വാരങ്ങളൊക്കെയാണ് ഇത്. ഇപ്പം മഞ്ഞ് മാറി വരുന്നേ ഉള്ളൂ. ഇവിടുന്ന് താഴോട്ടൊക്കെ പോകാനൊക്കെ ഉള്ള വഴികളുണ്ട്. നമുക്ക് ഡാമിൻ്റെ ഭാഗത്തോട്ടൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നേ ഉള്ളൂ. ഓപ്പോസിറ്റുള്ള മഞ്ഞ് മൂടിയ താഴ്വരകളാണ് കേട്ടോ. അത് ചെറുതോണി തൊടുപുഴ റൂട്ടിലുള്ള ഇതാണ് വഴിയൊക്കെ. മാവിൻ്റെ ഓപ്പോസിറ്റുള്ള താഴ്വാരങ്ങളൊക്കെയാണ് ഇത്. ഇപ്പം മഞ്ഞ് മാറി വരുന്നേ ഉള്ളൂ. ഇവിടുന്ന് താഴോട്ടൊക്കെ പോകാനൊക്കെ ഉള്ള വഴികളുണ്ട്. നമുക്ക് ഡാമിൻ്റെ ഭാഗത്തോട്ടൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നേ ഉള്ളൂ. ഇതുണ്ട്. പിന്നെ ഇത് കണ്ടോ, ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി വന്നിവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. മൂന്നാമത്തെ എപ്പിസോഡാണ്. ഞാൻ കുളമാവ് അവിടെയൊക്കെ പണ്ട് ടൂറിസ്റ്റൊക്കെ വരുമായിരുന്നു. ഈ യുദ്ധത്തോടനുബന്ധിച്ചൊക്കെ അവിടെ ടൂറിസ്റ്റുകൾ അലോഡല്ല. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് വരുന്ന വഴിക്കൊക്കെ ചില ഭാഗങ്ങളാണ് എടുത്തത്. വരുന്ന വഴിക്ക് അവസാനം കണ്ട ഷോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അവിടെ ഒരു വണ്ടി മറിഞ്ഞ് കിടപ്പുണ്ട്, ആ ഒരു KSRTC. അതിൻ്റെ ഒരു ഷോട്ട് കൂടെ ന്യൂസ് പോലെ ഇട്ടിട്ടുണ്ട്. ഇത്രയാണുള്ളത്. ശരിക്കും നമ്മുടെ രാജ്യം എത്രത്തോളം നമ്മൾ നിസ്സാരമായിട്ട് അങ്ങോട്ട് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കുകയില്ല. പണ്ട് ഇഷ്ടംമാതിരി പേര് ആ ഡാമിൽ കൂടെ ഒക്കെ നടക്കുക. അവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. എല്ലാം നിർത്തി ഒരു കടയേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അങ്ങോട്ട് അപ്പോൾ പോലീസ് വന്നേച്ച് പറഞ്ഞു അവിടെ ഫോട്ടോ ഒന്നും എടുക്കരുത് കേട്ടോ, നമ്മുടെ മൊബൈലിൽ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മൊത്തം എത്ര സേഫായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നോക്കുന്നതെന്ന്, ഭരണകൂടം നോക്കുന്നതെന്നും കേരള സർക്കാർ നോക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ്. ഞാൻ അറിയാതെ പോലും അതിൻ്റെ ഒരു ഷോട്ട് എടുത്തില്ല, കാരണം ഞാൻ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട്. അപ്പം ഇന്നെനിക്കിതാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത 74 എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.